എൻ്റെ പേര് രാജി AS. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ 2023 ജൂലൈ 23 ഉടമ്പടി എടുത്തത്. എടുക്കാനുള്ള സാഹചര്യം, എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു. 3 വർഷമായിട്ട് ജോലി നഷ്ടപ്പെട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. യാതൊരു മാർഗവുമില്ലായിരുന്നു. ഞാനൊരു ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ വരുമാനം കൊണ്ട് വരാനുണ്ടായ സാഹചര്യം, എൻ്റെ ഭർത്താവിന് ജോലിയില്ലായിരുന്നു. അതിന് ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളുടെ പഠിത്തത്തിനും എൻ്റെ വീട്ടിലെ ചിലവിനും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മരണത്തെപ്പറ്റി ചിന്തിച്ചു. ആ സമയത്ത് എന്നോട് ആരോ പറയുന്നത് പോലെ, കൃപാസനത്തിൽ പോകൂ, നിൻ്റെ ജീവിതം കാനായിലെ കല്യാണത്തിൽ വെള്ളം വീങ്ങാക്കിയതുപോലെ നിൻ്റെ ജീവിതം അത്ഭുതം നിറയുമെന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അടുത്ത വീട്ടിലെ ചേച്ചിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ചേച്ചി കൃപാസനത്തിൽ പോകണം. ചേച്ചി പറഞ്ഞു, നമുക്ക് ഞായറാഴ്ച പോകാം. ഞായറാഴ്ച പോകാമെന്ന് പറഞ്ഞ് ചേച്ചിയുടെ അടുത്ത് ശനിയാഴ്ച ഞാൻ ചെന്നപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാനുള്ള പൈസ ആയില്ല, അതുകൊണ്ട് ഇയാൾ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഞാനെങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉടമ്പടിയെക്കുറിച്ച് എന്താണെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ അച്ഛൻ്റെ ദാനവും സാക്ഷ്യവും ഒക്കെ കേൾക്കുമായിരുന്നു. പത്രമൊന്നും വായിക്കുകയില്ലായിരുന്നു. പത്രം കിട്ടുമെങ്കിലും പത്രം വായിക്കില്ല, സാക്ഷ്യം കേൾക്കും. ആ സമയത്തായിരുന്നു ഇങ്ങനെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ അന്ന് വൈകിട്ട് തിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 5:30 ആയപ്പോൾ ഞാൻ തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നീല ചിത്രശലഭം വന്ന് പ്രാർത്ഥന സമയം വരെയും ഇങ്ങനെ വീട്ടിൽ വന്ന് കറങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലൊന്നും ചിന്ത ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം അന്ന് വൈകിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും അതേ പച്ച തിരി കത്തിച്ച് പ്രാർത്ഥിച്ചപ്പം പച്ച കളറിലെ ചിത്രശലഭം ഇങ്ങനെ വന്ന് 3 ദിവസമായിട്ട് വന്നിങ്ങനെ കറങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഭർത്താവ് പറഞ്ഞു, ദേ നിൻ്റെ മാതാവ് വന്നിരിക്കുന്നു. അപ്പോഴും ഞാനൊന്നും എൻ്റെ മനസ്സിലൊന്നും ചിന്തയുണ്ടായില്ല. പിന്നെ പല പ്രാവശ്യമായിട്ട് എനിക്ക് സുഗന്ധങ്ങൾ അനുഭവിക്കാനും ഇടയായിട്ടുണ്ട്. പിന്നെ ഉടമ്പടി എടുത്ത് 2 മാസമായപ്പോഴത്തേക്കിന് എൻ്റെ ഭർത്താവിന് ജോലി ലഭിച്ചു. പിന്നെ എൻ്റെ മൂത്ത മകൾ BSc നേഴ്സ് പഠിക്കുകയായിരുന്നു. ആ സമയത്ത് ജോലി കിട്ടി. എൻ്റെ കടബാധ്യത അങ്ങനെ കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് എൻ്റെ മകൾക്ക് ഫീസ് അടയ്ക്കാൻ, 1 വർഷത്തെ ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചെങ്കിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ പറ്റുകയുള്ളായിരുന്നു. 95,000 രൂപ അടയ്ക്കണമായിരുന്നു. അപ്പം ലോണിന് കൊടുത്തു. ലോണുകളൊന്നും ശരിയായില്ല. ഫീസ് അടയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. 20-ാം തീയതി ഫീസ് അടച്ചില്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് ബുദ്ധിമുട്ടിയിരുന്ന് പലരോടും പൈസ ചോദിച്ചെങ്കിലും അവർ വായ്പയായിട്ട് ആരും തരാൻ തയ്യാറായില്ല. അവരപ്പം നമ്മളെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു, പൈസ കടം ചോദിക്കുമ്പോഴത്തേക്കിനും. അങ്ങനെ അമ്മ മാതാവിൻ്റെ കൃപ കാരണം 95,000 രൂപയും പലരും നമ്മളെ സഹായിച്ച് 30-ാം തീയതി ഡേറ്റ് നീട്ടി കിട്ടുകയും ചെയ്തു. 26-ാം തീയതി ആയപ്പോഴത്തേക്കിന് എനിക്ക് ഫീസ് അടയ്ക്കാൻ പറ്റി. മോള് പരീക്ഷ എഴുതി ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സായി. ഇപ്പം ജോലിക്ക് വേണ്ടി പോകാൻ തയ്യാറെടുക്കുവാണ്. പിന്നെ ഞാൻ കൃപാസന പത്രം ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് കൊടുക്കും, പോകുന്ന വഴിയോരത്ത് കൊടുക്കും, അയൽവാസികൾക്ക് കൊടുക്കും, ആശുപത്രികളിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. 7 വർഷമായിട്ട് എനിക്ക് മുട്ടിന് വേദനയുണ്ടായിരുന്നു. എനിക്ക് ജോലിക്ക് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എളുപ്പം ജോലി ചെയ്യാനോ എളുപ്പം നടക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ മുട്ടിന് വേദന മാറി. ഇപ്പം എനിക്ക് സ്പീഡ് ജോലി ചെയ്യാൻ പറ്റും, സ്പീഡിൽ നടക്കാനും എല്ലാം എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിന് 5-6 വർഷമായിട്ട് കിരണ്യ ഉണ്ടായിരുന്നു. ആ കിരണ്യ മൂലം ജോലിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വേദന കൊണ്ട്. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഭയങ്കര വേദനയായിട്ടാണ് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഭയങ്കര വേദനയാണ്, നീ പ്രാർത്ഥിച്ച് കൃപാസന അമ്മയുടെ തൈലം തരാൻ പറഞ്ഞു. അപ്പം ഞാൻ കൃപാസന മാതാവിൻ്റെ തൈലം കൊടുത്തു. എൻ്റെ ഭർത്താവ് അത് പുരട്ടി 5 മിനിറ്റ് കഴിഞ്ഞപ്പം വേദന മാറി. പിന്നെ ഇതുവരെയും ആ വേദന വന്നിട്ടില്ല. ഇപ്പോൾ സന്തോഷമായിട്ട് ജോലിക്ക് പോകുന്നു. പ്രേക്ഷിത പ്രവർത്തനം
ഞാൻ ആശുപത്രിയിലൊക്കെ പോയി എന്നിൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വഴിയോരത്തുള്ള ആൾക്കാർക്ക് എൻ്റെ കഴിവനുസരിച്ച് പൈസ കൊടുത്ത് സഹായിക്കും. ഞാൻ ജോലിക്ക് പോകുന്ന വഴിയിലൊരു അച്ഛനുണ്ട്, അച്ഛനും ഞാൻ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കും, എന്നും പ്രാർത്ഥിക്കും. ഞാൻ ജോലി സമയത്ത് ഒഴിവ് സമയം കിട്ടുന്ന സമയത്തും ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ അവിടെ ഓരോ ക്രിസ്ത്യനായ ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ എനിക്ക് ബൈബിൾ കൊണ്ടു തന്നു. ഞാൻ അന്ന് മുതൽ ബൈബിൾ വായിക്കാറുണ്ട്, 2 നേരവും വായിക്കും. എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലെല്ലാം വായിക്കും. ഇപ്പം ഞാൻ നേരത്തെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും ആരോടും സംസാരിക്കാനും എനിക്ക് ബുദ്ധിമുട്ടായി അങ്ങനെ തോന്നാറുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരോടും എനിക്ക് സംസാരിക്കാനും എല്ലാവരോടും ദയവ് കാണിക്കാനും എനിക്ക് പറ്റുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. പിന്നെ ചെറുതും വലുതുമായ അനേക അനുഗ്രഹങ്ങൾ എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി അർപ്പിക്കുന്നു.